ഹലോ, ഇന്നൊരു അവധി ദിവസമായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ചു വെറുതെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. മെട്രോയിൽ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഓക്കെ, എന്നാൽ മോണോ റെയിൽ പോയാലോ. മോണോ റെയിൽ ദുബായിൽ വന്നിട്ട് ഇതുവരെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ്. അപ്പം എപ്പോഴും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മോണോ റെയിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ നമ്മുടെ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു സൈഡിൽ നമുക്ക് ഷെയ്ഖ് സായദ റോഡ് കാണാം. ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്. ഇനി കാണുന്ന ഒരു ബിൽഡിംഗ് ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കാം. ആ ബിൽഡിങ് ഇവിടെ സൈഡിൽ ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ കാലത്തുണ്ടായിരുന്ന, ആദ്യ കാലത്ത് ദുബായിലുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങുകളിൽ ഒരു ബിൽഡിങ്ങാണ്. വളരെ വിരലിലുണ്ടാവുന്ന ബിൽഡിങ്ങുകളിൽ ഒരു ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ടൊയോട്ടയുടെ ബിൽഡിങ്. പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വില്ലകളാണ്. കണ്ടോ, അവിടെ ആ ഒരു സൈഡിൽ കുറേ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളമാണ് ഇങ്ങനെ കിടക്കുന്നത്. വില്ലകളുടെ ഒരു സെക്ഷനാണ് അവിടെ മൊത്തം. പിന്നെ ഈ റോഡുകളൊക്കെ ഉണ്ടല്ലേ, എന്ത് രസമല്ലേ, തട്ടായിട്ട് മുകളിൽ താഴെ അങ്ങനെ കുറേ റോഡുകൾ. ഇവിടെ ദൂരെ നോക്കിക്ക് ബുർജ് അൽ അറബ് നമുക്ക് കാണാൻ പറ്റും. അതങ്ങ് ദൂരെയാണ്. അപ്പം നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മറീനയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി കുറേ മെട്രോസ് ഉണ്ട്. ഇവിടെ നമ്മൾ ശോഭ റിയാലിറ്റിയിലാണ് ഇറങ്ങേണ്ടത്. ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് അടുത്ത പാം ജുമേറയ്ക്ക് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ നമ്മൾ ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. മെട്രോ പോയി. ഇതേപോലെ ഒരു ബോർഡ് നമുക്ക് എല്ലാ സ്റ്റേഷനിലും കാണാൻ പറ്റും. ഇതിനകത്ത് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേഷൻ, ഓരോ സ്റ്റേഷൻസ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് എങ്ങും മിസ്സായി പോകത്തില്ല. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശോഭ റിയാലിറ്റി ഈ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് അത് ഓറഞ്ച് കളറിൽ അപ്പുറത്ത് കാണുന്ന ലൈനുണ്ട്. ആ ഓറഞ്ച് ലൈനിൽ കയറിയിട്ട് അൽസൂഫിലേക്ക് പോകേണ്ട ഡയറക്ഷനിലുള്ള ട്രാമിൽ കയറുക. നമ്മൾ പാം ജുമേറയിൽ ഇറങ്ങണം. പാം ജുമേറയിൽ ഇറങ്ങിയിട്ട് ആ പാം ഉണ്ട് സൈഡിൽ കാണുന്ന ആ ബ്ലൂ കളറിൽ പോകണം. അതാണ് മോണോ റെയിൽ. അവിടെ പോയിട്ട് അങ്ങ് അറ്റത്ത് അറ്റ്ലാന്റിസിലാണ് ഇറങ്ങേണ്ടത് നമുക്ക്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. അങ്ങനെ നമ്മൾ പാം ജുമേറിൽ ഇറങ്ങി എക്സിറ്റ് 2 എടുക്കുക. അവിടെ നിന്ന് നേരെ നമ്മൾ ട്രാം എടുക്കാൻ വേണ്ടിയിട്ട് അൽസൂഫിലേക്ക് പോകേണ്ട ട്രാമിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടെ വരിക. ഇവിടെ നമുക്ക് പഞ്ച് ചെയ്യാനുള്ള മെഷീൻ, സെപ്പറേറ്റ് മെഷീൻ ഉണ്ട്. നമ്മൾ മെട്രോയിൽ പഞ്ച് ചെയ്തത് പോരാ, ഇവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും പഞ്ച് ചെയ്യണം. ഇവിടെ നോൾക്കാട് റീചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ട്രാം പോകേണ്ട ആ ഒരു ട്രാക്കാണ് ആ കാണുന്നത് കേട്ടോ. അത് മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാ മെട്രോ സ്റ്റേഷനും ഈ ഒരു ഷേപ്പാണ്. പിന്നെ ആദ്യം ചെയ്തതിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം നോർമൽ ഈ ഒരു സെയിം ഷേപ്പിൽ തന്നെ ആയിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ഇത് റോഡിൽ തന്നെ, ഈ ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ തന്നെ ആയിരിക്കും ഇതിന് പാളമുള്ളത്. നമുക്ക് റോഡും ഇതും എല്ലാം ഒരേ ലെവലിൽ തന്നെ. അതതിൻ്റെ ഒരു പ്രത്യേകത. അത് നല്ല രസമാണ്, അടിപൊളി. ആ ഒരു എക്സ്പീരിയൻസ്, അതൊരു വേറൊരു എക്സ്പീരിയൻസാണ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ അങ്ങേയറ്റത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനും കാണാൻ പറ്റും. ഇതൊക്കെ തൊട്ടടുത്തടുത്ത് തന്നെ. അതേ അവിടെ നിന്ന് മെട്രോ പോകുന്നുണ്ടോ, അടുത്ത് നമ്മുടെ ട്രാം വരുന്നുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive.
instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you are behind a fake. ഇനിയാണ് രസം. നമ്മൾ റോഡും ഇതും കൂടി നേരെ വരുന്ന ആ ഒരു സെയിം ലെവലിൽ പോകുമ്പം കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. നമുക്ക് ബസ്സും കാറും എല്ലാം ഒരേ ലെവലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരേ ലെവലിൽ തന്നെ പോകുന്നു ട്രാമിൽ. അത് രസമാണ്. റോഡിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ മെട്രോയിൽ പോകുക എന്ന് പറയുന്നത് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ആ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. കുറച്ചും കൂടെ ടൂറിസം ഉള്ളൊരു ഏരിയ ആണ്. മറ്റേ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സീ ഏരിയ ആണ്. മറീന ബീച്ച്, ജുമേറ ബീച്ച് അതൊക്കെ വരുന്നിട്ടുള്ള ഒരു കുറേ ബീച്ചുകളുടെ ഒരു ഏരിയ ആണ് ഇവിടെ എല്ലാം. നമ്മളിനി അടുത്ത പാമിലേക്കാണ് പോകുന്നത്. അത് വേറൊരു അത്ഭുതമാണ്. അതാണ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ഭാഗം. ദുബായിലെ ഏറ്റവും ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പാം എന്ന് പറയുന്നത്, പാം ഐലൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഓരോ ലീഫ് ഉണ്ട്. ആ ഒരു സൈഡിൽ കുറേ വില്ലുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. ഇതേപോലെ നമുക്ക് 2 ടിക്കറ്റ് എടുക്കാം. ഇതിപ്പോൾ 2 ടിക്കറ്റ് ഉണ്ട്. റൗണ്ട് ട്രിപ്പ് എടുത്തു. ATCBയുടെ ആൻഡ് ഓഫർ ഉണ്ടായിരുന്നു. 48 തരാനായിട്ടും അല്ലെങ്കിൽ 60 തരാമാണ് നമുക്ക് റൗണ്ട് ട്രിപ്പിന് 2 പേർ കൂടെ. ഒരാൾക്ക് 30. ലാസ്റ്റ് സ്റ്റേഷൻ വരെ പോകാം. അറ്റ്ലാന്റിസ് വരെ പോകാനായിട്ട് ഒരാൾക്ക് 30 ആവുള്ളൂ റൗണ്ട് ട്രിപ്പിന്. വെയിറ്റിംഗ്. അങ്ങനെ നമ്മുടെ മോണോറയിൽ എത്തിയിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്തു. നമുക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കാനുള്ള അവസരം ഉണ്ടായി. നമുക്ക് ഫ്രണ്ടിലിരുന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതെന്തായാലും ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോഴാണ് നമുക്കത് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കടൽ കാണാം. കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 സൈഡിൽ നമുക്ക് കടൽ കാണാൻ പറ്റും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah.
now that I've been put through hell. I never got anyone's help, I had to do it all myself. അങ്ങനെ ഇതാ വിദൂരതയിൽ നമുക്ക് അറ്റ്ലാന്റിസ് ഹോട്ടൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതിൻ്റെ രാത്രിയിലുള്ള വ്യൂവും കിടിലമാണ്. അത് കാണിച്ചു തരാം. തിരിച്ചു വരുമ്പോഴത്തേനും ആ ഒരു നൈറ്റ് വ്യൂ കിട്ടും അതിൻ്റെ. നമ്മളിപ്പോൾ പോകുന്നത് ഈ പാമ്പിൻ്റെ സെൻറ്ററിലുള്ള ട്രങ്കിലൂടെയാണ്. നമ്മളതിന് ട്രങ്ക് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു നടുക്കത്തെ സ്റ്റെമ്മിലുണ്ട്, അതിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം കാണുന്നതിനെ നമ്മൾ ഫ്രോണ്ട് എന്ന് പറയും. അതായത് ലീഫാണ്. അതെല്ലാം ഓരോ ഫ്രോൺസ് ആണ്. അവിടെയെല്ലാം ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള വില്ലാസാണുള്ളത്. ഭയങ്കര സെക്യൂരിറ്റി ഉള്ള വില്ലാസാണ്. കൂടുതലും സെലിബ്രിറ്റീസും കുറേ പ്രമുഖരൊക്കെയുള്ള ഒരു ഏരിയ ആണെന്നാണ് അറിയുന്നത്. നമുക്കറിയില്ല, നമുക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലാനുള്ള ഒരു ആക്സസ് ഇല്ല. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you are behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got. ആ സൈഡിൽ നോക്കിയാൽ മൊത്തവും കടൽ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി. ഇനി അടുത്ത ഈ ഒരു ഭാഗത്ത് വന്നാൽ ഇവിടെ നമുക്കൊരു വാട്ടർ തീം പാർക്ക് കാണാം. ചെറിയൊരു വാട്ടർ തീം പാർക്ക്, ചെറുതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടിപൊളി ഒരു വാട്ടർ തീം പാർക്കാണ്. അപ്പോൾ ഇവിടെ പിന്നെ തീം പാർക്കുണ്ട്, പിന്നെ മോളുണ്ട്, പിന്നെ കുറേ ബീച്ചുകളുണ്ട്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ അക്വേറിയം ഉണ്ട്, പിന്നെ ഡോൾഫിൻ ഷോസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മോളിലൊന്ന് കയറാമെന്ന് വെച്ചാൽ ഇത് ഒരു പ്രത്യേക ഡിസൈനാണ്. മീൻസ് നമ്മൾ സാധാരണ കയറുന്ന പോലത്തെ ഒരു മോളല്ല. ഇവിടുത്തെ ആ ഒരു ഡെക്കറേഷൻസും ലൈറ്റിങ്സും ഒക്കെ ഭയങ്കര അടിപൊളി, ഒരു രക്ഷയില്ലാതെ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. വേറൊരു ആംബിയൻസാണ്, വേറൊരു മൂഡാണ് ആ ഒരു ഫുൾ മോൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഒരു നോർമൽ മോൾ പോലെയല്ല. ഏകദേശം ഒരു ഇബൻ ബത്തൂത്ത മോളിൻ്റെ ഒരു ടച്ചൊക്കെ നമുക്ക് തോന്നും. എന്നാലും അതിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോളാണ്, ഒരു റെപ്പിറ്റീഷൻ തോന്നാത്തൊരു മോൾ.
അങ്ങനെ നമ്മൾ ബീച്ചെത്തി. നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 ബീച്ചാണ് തോന്നുന്നു. വൈറ്റ് ബീച്ച്, പിന്നെ വേറെ എന്തോ ഒരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഷട്ടിൽ ബസ്സുകളുണ്ട്. നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മളെ ബീച്ചിൽ കൊണ്ടുവന്ന് ഇറക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യും, അങ്ങനെ എന്തോ ഉണ്ട് സംഭവം. അപ്പം നമ്മളതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയി. പിന്നെ മുകളിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ബസ് പോയില്ല, ക്ലോസ് ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിന് ഫ്രണ്ടിലുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ ഇങ്ങനെ നടക്കാനായിട്ട് കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു അവിടെ കുറച്ച് നേരം ഇങ്ങനെ ചില്ലടിച്ചിരുന്നു. കടലൊക്കെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം, നടക്കാം, കാര്യം പറയാം. അങ്ങനെ ഒരു നല്ലൊരു സ്പേസാണ്, ഭയങ്കര അതൊരു കാമായിട്ടുള്ളൊരു സ്പേസാണ്. നമുക്ക് കുറേ സ്ഥലമുണ്ട്, നമുക്ക് ആൾക്കാരുള്ളിടത്തോ ഇല്ലാത്തടത്തോ ഒക്കെ പോകാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഇങ്ങനെ നീണ്ട് കിടക്കണം. എവിടെ വേണമെങ്കിലും പോയിരിക്കാം. യാത്ര കഴിഞ്ഞു, തിരിച്ച് റൂമിലോട്ട് പോവാണ്. ബിൽഡിംഗാണ്. ഇതിപ്പം നമ്മൾ മറീന ബീച്ചാണ് കാണുന്നത്. അങ്ങ് ദൂരെ ഒരു ലൈറ്റിൽ പിങ്ക് കളറിൽ റൗണ്ട് കാണുന്നില്ല, അത് എയിൻ വീലാണ്, ഭയങ്കര വലിയ എയിൻ വീൽ. പക്ഷെ അതിപ്പോൾ ചെറുതായിട്ടിരിക്കുന്നു, അങ്ങ് ദൂരെയല്ലേ കാണുന്നത്. അപ്പം എയിൻ വീലിൽ ഇങ്ങനെ ലൈറ്റ് ഷോസൊക്കെ നടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ മോണോ റെയിൽ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം എംപ്റ്റി ആയി, എല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഇവിടെ നിന്ന് അടുത്ത മെട്രോ വെച്ച് ADCBയിലേക്ക് പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.